ഇനിയിപ്പോ ഒരു നല്ല കാര്യം നടക്കാൻ ചില നുണകൾ പറയുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല എന്നാണ് എന്റെ ഒരു പക്ഷം. അത് പക്ഷെ ഇവിടെ ആർക്കും മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് കാര്യം. ഞാനൊരു നുണ പറയുമ്പോ അത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു വെളിച്ചവും കൊണ്ടുവരുന്നുണ്ട്. മതി നിർത്ത്. ഇനി സംസാരിച്ചാലേ നിങ്ങൾ ബുദ്ധനേക്കാൾ മഹാനാണെന്ന് പറയും. എന്നെ വിട്ടേക്ക്. സുഭാഷ് ചേട്ടനെ പറ്റി അന്വേഷിച്ചപ്പോ എല്ലാവരും നല്ലതൊക്കെ തന്നെയാ പറഞ്ഞത്. പക്ഷേ വിവാഹം കഴിഞ്ഞ് ആ വീട്ടിൽ താമസിക്കുന്നതിലേ ഉള്ളൂ പ്രശ്നം. ഈ വീട് ഇഷ്ടപ്പെട്ടില്ലെന്ന് അവരല്ലടാ ആദ്യം പറഞ്ഞത്. അതെല്ലാം പഴയ കഥയിലേട്ടാ. ഇപ്പൊ ഒരു പ്രശ്നമാക്കണില്ല. ചുമ്മാ ചേട്ടൻ വേറൊന്നും ആലോചിക്കണ്ട. ആ പെൺകുട്ടി കല്യാണം കഴിക്കാൻ നോക്ക്. ഇതിപ്പോ ചേട്ടൻ ആ കുട്ടി ഇഷ്ടമാണല്ലോ. ഇതെന്താ ഒരേ പാട്ട് തന്നെ വീണ്ടും വീണ്ടും? ഇതെന്താ സുഭാഷ് ചേട്ടാ ഒരേ പാട്ട് തന്നെ വീണ്ടും വീണ്ടും കേൾക്കുന്നത്? അത്രയ്ക്ക് ഇഷ്ടമാണ് ഈ പാട്ട്? അതല്ല മോളെ, ഒന്ന് ആലോചിച്ച് വന്നപ്പോഴേ പാട്ട് കേൾക്കാനായിട്ട് പറ്റിയില്ല. പാതി വഴി കഴിഞ്ഞു പോയി. അതുകൊണ്ട് തുടക്കം പോലെ ഒന്നുകൂടെ കേൾക്കാന്ന് കരുതി. എന്ത് പറ്റി സുഭാഷ് ചേട്ടന്? ആകെ ഡൗൺ ആണല്ലോ. അറിയില്ല, അത് മനസ്സിനൊരു സുഖമില്ല. അവരെല്ലാം കല്യാണത്തെ പറ്റി പറഞ്ഞല്ലോ, അത് ഓർത്തിട്ടാ പ്രശ്നം. അതിനെന്താ കുഴപ്പം? കല്യാണം നടക്കുന്നത് നല്ല കാര്യം തന്നെയല്ലേ? സുനന്ദയുടെ കല്യാണം നടക്കുന്നതിന് മുമ്പ് എന്റെ കല്യാണം നടത്തുന്നത് വാശി അവർക്ക്. അതിനാ ഇങ്ങനെ ധൃതി വെച്ച് കാര്യങ്ങൾ ആലോചിക്കുന്നത്. സുനന്ദയുടെ വിവാഹം ഇപ്പോഴല്ലേ ശരിയായത്? സുഭാഷ് ചേട്ടൻ അതിനു മുമ്പേ ആലോചിക്കുന്നല്ലേ? അത് ശരിയാ, പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ ഒരു ആലോചന വീണ്ടും വന്നപ്പോ ഒരു ടെൻഷൻ. അതെന്തിനാ ടെൻഷൻ? ഈ പെൺകുട്ടി ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെടാത്തോണ്ടൊന്നുമല്ല, പക്ഷേ അവൾ എന്നോട് മുമ്പ് നേരിട്ട് കണ്ടിട്ട് വ്യക്തമായിട്ട് ഒരു കാര്യം പറഞ്ഞായിരുന്നു. കൂട്ടുകൂടുമ്പോ അവർക്ക് ഇഷ്ടമല്ല. കല്യാണം കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് മാറി താമസിക്കണമെന്ന്. അതൊരിക്കലും നടക്കില്ലെന്ന് ഞാൻ പറഞ്ഞു. വേറെ വിവാഹം ആലോചിക്കുന്നത് നല്ലതെന്ന് ആ കുട്ടിയുടെ എന്ന് പറഞ്ഞിട്ട് ഞാനും പോകുന്നത്. അത് കഴിഞ്ഞ് 3 മാസം കഴിയുമ്പോഴേക്കും ആ പെൺകുട്ടി പെട്ടെന്ന് അങ്ങ് ഓക്കെ പറയൂ. അക്കാര്യത്തിലുള്ള സംശയം മോളെ, അതെനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അനിയന്മാരല്ലേ പറയുന്നത്, അവരെയും വിശ്വാസമില്ലേ? അവര് ഞാൻ വിശ്വസിക്കാതിരിക്കുവോ? അതല്ല പ്രശ്നം. അന്ന് ഞാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോഴേ ആ കുട്ടി എന്നോട് ഓക്കെയും പറഞ്ഞ് പിരിഞ്ഞു പോയതാ. പിന്നെ 3 മാസം കഴിഞ്ഞ് പെട്ടെന്ന് ഇങ്ങോട്ട് വന്ന് സമ്മതം പറയണമെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവും. അതെന്താണെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഇനി കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷം ഇവിടെ പറ്റില്ല, ഒറ്റയ്ക്ക് പോകണമെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? എനിക്കതൊന്നും താങ്ങാൻ പോലും പറ്റില്ല. അല്ല, ഇനി ഇങ്ങനെയായിരിക്കും. ഞാൻ ആ കുട്ടിയെ കാണാൻ പോകുമ്പോ മോൾ ഇങ്ങോട്ട് വന്നിട്ടില്ല. ഇപ്പൊ നീ ഉണ്ടല്ലോ, അതുകൊണ്ട് ഒരു കൂട്ടുണ്ട്. ഇനി പേടിക്കാതിരിക്കാന്ന് കരുതിയിട്ടാവൂ. അങ്ങനെ സംഭവിക്കാം. അപ്പൊ നീ വന്നതിന് ശേഷമാണ് ഈ വീട്ടിൽ നല്ലത് നടക്കുന്നതെന്ന് പറ. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ അങ്ങനെ അല്ലെന്ന് വന്ന അപ്പൊ എന്ത് ചെയ്യും? സുഭാഷ് ചേട്ടാ തൽക്കാലം ഇത്രയും കൂടുതലൊന്നും ആലോചിക്കണ്ട. ഇവിടെ എല്ലാരും സുഭാഷ് ചേട്ടനെ നല്ലത് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. നല്ലത് തന്നെ നടക്കും. നോക്കാം. കല്യാണം നടക്കണത് ശരി, പക്ഷെ അതിനുവേണ്ടി ഇത്രയും വലിയൊരു കാര്യം മറച്ചു വെക്കാൻ പറ്റൂ? ഞാൻ കൂടി സുഭാഷ് ചേട്ടനെ പറ്റിച്ചൊന്ന് പറയൂ. ഇനിയും സുഭാഷ് ചേട്ടനെ നമ്മൾക്ക് വേണ്ടി പിടിച്ചു വെക്കാൻ പാടില്ല. സുഭാഷ് ചേട്ടൻ പൊക്കോട്ടെ. സുഭാഷ് ചേട്ടാ എന്താ ചേട്ടാ? ഒന്നുമില്ല. എടാ, ഞാൻ ഇന്നലെ മുതൽ ശ്രദ്ധിക്കുക. ഇവനെന്താ പറ്റിയത്? അല്ല, എന്തോ പേടി വരുമല്ലോ, കൂഞ്ഞു കൂടിയിരിക്കുന്നു. ഏയ്, അവന് കുഴപ്പമൊന്നുമില്ല സുഭാഷ് ചേട്ടാ. എന്ന് എനിക്കൂടെ തോന്നണ്ടേ? ഇവൻ തേടാ, ഇവന് മുഖം നോക്കി എനിക്ക് അറിഞ്ഞൂടെ? ഇവൻ എന്തോ പറ്റിയിട്ടുണ്ട്. ഇങ്ങനെ അവനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? എന്താ പ്രശ്നം? ഒന്നുമില്ലെന്നേ. മോളെ, നിന്നോട് എന്തെങ്കിലും പറഞ്ഞവൻ? ഇല്ല. എടാ, എന്തെങ്കിലും അസുഖമുണ്ടോ നിനക്ക്? എടാ, നിന്റെ മുഖമൊക്കെ ഡള്ളായിരിക്കുന്നു. എടാ നികേഷേ, സത്യമായിട്ട് എനിക്ക് ഒന്നുമില്ല ചേട്ടാ. നീ ഓക്കെ ആണല്ലോ അല്ലേ? എന്താ പാടാ, ഞാനൊരു സാധനം ഉണ്ടാക്കി തരാം. വേണ്ടത് പക്ഷേ. എടാ, എന്താന്ന് അറിയുന്നതിന് മുമ്പേ വേണ്ടെന്ന് പറയണോ? അല്ല, ഞാനിപ്പോ എഴുന്നേറ്റുള്ളൂ. സുഭാഷ് ചേട്ടൻ ചെല്ല്. ഞാൻ പല്ലൊന്നും വെച്ചിട്ടില്ല. ശരി, അതെ, ബ്രേക്ക്ഫാസ്റ്റിന് ഇടിയപ്പം മുട്ടക്കറി മതിയോ? ചേട്ടന് ഇഷ്ടം. അത് ശരി. എന്നും ഇടിയപ്പം കിട്ടിയ അത്രയും സന്തോഷമുള്ളവരുത്തനാ. എന്നിട്ടിപ്പം എന്റെ ഇഷ്ടം മതിയെന്ന്. സുധീഷ്, ഇവന് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ടോ കേട്ടോ? ഏയ്, ഒന്നുമില്ല. ഹലോ, ഞാനാ കവിത. മനസ്സിലായി. ഞാൻ സുഭാഷ് ചേട്ടനെ വിളിച്ചിരുന്നു, എടുത്തില്ല. ഈ നേരത്തെ വീട്ടിലുണ്ടാവുമല്ലോ എന്ന് കരുതിയാ വിളിച്ചത്. വീട്ടിലുണ്ടോ? ഉണ്ട്. ഒന്ന് കൊടുക്കാവോ? കൊടുക്കാം. എന്താണ് സംഭവിച്ചേ? സുഭാഷ് ചേട്ടാ, കവിതയാ. സുഭാഷ് ചേട്ടനോട് സംസാരിക്കണം. അല്ല, ഞാനെന്ത് പറയാൻ? സംസാരിക്കുക സുഭാഷ് ചേട്ടാ. സംസാരിക്കും. പറയണത് എന്താന്ന് കേൾക്കാലോ. മാറി നിന്ന് സംസാരിച്ചോളൂ. സംസാരിക്കും, അങ്ങോട്ട് കട്ടാവോന്ന് സംസാരിക്കേ. ചെല്ല്. നീ ഇതെടുത്ത് അകത്തേക്ക്. ഹലോ. ഹലോ, സുഖല്ലേ? സുഖമായിട്ടിരിക്കുന്നു. നിങ്ങളും സുഖമാണല്ലോ അല്ലേ? നന്നായിരിക്കുന്നു. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കറങ്ങിത്തിരിഞ്ഞ അവസാനം ഇത് നമ്മുടെ അടുത്ത് തന്നെ എത്തിയല്ലോ എന്ന് ഓർക്കുമ്പോ, നിങ്ങളന്ന് വന്നു പോയതിനു ശേഷം എനിക്ക് കുറെ ആലോചനകൾ വന്നിരുന്നു. എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ബോധിച്ചില്ല. എനിക്കിഷ്ടമായ ചിലരെ വീട്ടുകാർക്കും ബോധിച്ചില്ല. നമ്മുടെ കല്യാണം കഴിഞ്ഞ് എത്ര വർഷം കഴിഞ്ഞാലും ആദ്യം കാണാൻ വന്നപ്പോ പരിപ്പോടെ ഉണ്ടാക്കാൻ പഠിപ്പിച്ചത് ഞാൻ മറക്കില്ല. നിങ്ങളുടെ ആ ഇന്നസെൻസ് എനിക്കും ഫാമിലിക്കും ഇഷ്ടമായത്. ചിരിക്കുന്നുണ്ട്. അപ്പൊ ഒന്നും പറഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നു. ശരിയാ. ശരി, വാ. മേഡത്തിന് സുഖല്ലേ? സുഖായിരിക്കുന്നു. ട്രാവൽസിലേക്ക് വിളിച്ച് ഡ്രൈവറെ അയക്കാൻ പറഞ്ഞപ്പോ സുധീഷ വരുന്നതെന്ന് അറിഞ്ഞില്ലേ? കുറച്ചു കാലമായിട്ട് നല്ല തിരക്കിലായിരുന്നു മേഡം. ഇന്നിപ്പോ മാഡ് ആയതുകൊണ്ടാണ് ഞാൻ വന്നത്. എന്റെ ഡ്രൈവർ പെട്ടെന്ന് വിളിച്ച് വരില്ല എന്ന് പറഞ്ഞത്. എന്താ കുറച്ചു കാലമായിട്ട് തിരക്കാന്ന് പറഞ്ഞത്? ട്രാവൽസിന്റെ ഓട്ടോ ആയിരുന്നോ? അത് കല്യാണമായിരുന്നു മേഡം. സുധീഷിന്റെയോ? ഓ അതെ. അറിഞ്ഞില്ലല്ലോ. എല്ലാം പെട്ടെന്നായിരുന്നേ. കെട്ട് കഴിഞ്ഞ് വീട്ടിലേക്ക് ചെല്ലുമ്പോഴാണ് അവര് എന്നെ കാര്യം അറിയുന്നത്. അതെന്ത് പറ്റി? ലവ് മാരേജ് ആയിരുന്നോ? ഇത്തിരി അഡ്വഞ്ചറസ് മാരേജ് ആയിരുന്നു ആക്ച്വലി. കുട്ടി എവിടുന്നോ? തക്കലിക്കടുത്തുനിന്ന്. അത്ര ദൂരത്തൊന്ന് ലവ് മാരേജോ? അത് അവിടെ ഒരു വീട്ടിൽ ഞാൻ ഡ്രൈവറായിട്ട് പോയതാ. അവിടുത്തെ കുട്ടിയാ. അത് കൊള്ളാലോ. അതിന് എത്ര കാലം അവിടെ ഡ്രൈവറായിട്ട് പോയി? ഒരു 2 ആഴ്ച. അതിനിടയിൽ പ്രേമോ? അത് ആ കുട്ടിക്ക് എന്നെ കണ്ടപ്പോഴേ ഇഷ്ടപ്പെട്ടു മേഡം. ആക്ച്വലി അവളുടെ കല്യാണം വരെ ഫിക്സ് ചെയ്തതായിരുന്നു. നിശ്ചയത്തിന്റെ തലേ ദിവസം ഞങ്ങൾ ഒളിച്ചോടി പോകുന്നു. ആ വീട്ടുകാർ പ്രശ്നം ഉണ്ടാക്കിയില്ലേ? പിന്നെ പക്ഷേ നമ്മളെ വിശ്വസിച്ച് രണ്ടും കൽപ്പിച്ച ഒരു കുട്ടി ഇറങ്ങി വരുമ്പോ നമ്മള് ചെറുത്തുന്നല്ലേ പറ്റും മേഡം. അതെന്തായാലും നന്നായി. അല്ല മേഡം എങ്ങോട്ടേക്ക്? ഞാൻ യൂണിവേഴ്സിറ്റിയിലേക്ക്. യൂണിവേഴ്സിറ്റി. മേഡം, എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ ഒരു സഹായം ആവശ്യമുണ്ടായിരുന്നു. എന്താ സുധീഷ്? ആക്ച്വലി കോളേജിൽ റീ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോയതാ. അവിടെയും അവളുടെ വീട്ടുകാർ ഒന്ന് പ്രശ്നം ഉണ്ടാക്കി. കൂടെ പോയ എന്റെ അച്ഛനെ കത്തി കൊണ്ട് കുത്തു വരെ ചെയ്തു. അയ്യോ, എന്നിട്ട് പരാതിയൊന്നും കൊടുത്തില്ലേ? ഒരു കാര്യമില്ലെന്നേ. അത്രയും വലിയ പാർട്ടീസ് മേഡം അവര്. പക്ഷേ അവളൊരു പാവ. സർട്ടിഫിക്കറ്റ്സ് കത്തിച്ച കാര്യം പറഞ്ഞ് ഇന്നും ഒരേ കരച്ചില്. മേഡം,
യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അത് നേരിട്ട് വാങ്ങിക്കാൻ വേണ്ടി ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? അവള് ഗോൾഡ് മെഡലോട് കൂടി പാസ്സായതാ. സ്വന്തമായിട്ടൊരു ജോലി വേണമെന്നുള്ളതാ അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം. അവളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാനായില്ലെങ്കിൽ പിന്നെ ഞാൻ അവളെ കൂട്ടിക്കൊണ്ടു വന്നതിൽ എന്താ അർത്ഥമുള്ള മാഡം? ഒന്ന് സഹായിക്കാൻ പറ്റുമോ? പിന്നെന്താ, ഞാൻ സഹായിക്കാം. അടുത്ത ട്യൂസ്ഡേ വൈഫിനെയും കുട്ടി യൂണിവേഴ്സിറ്റിയിലേക്ക് വാ, ഞാൻ ശരിയാക്കി തരാം. ശരിക്കും? ഗോൾഡ് മെഡൽ വാങ്ങിയ കുട്ടിയല്ലേ, അവളുടെ ആഗ്രഹം പോലെ നല്ലൊരു ജോലി കിട്ടട്ടെ. സർട്ടിഫിക്കറ്റ്സ് അതിനൊരു തടസ്സമാകില്ല. ഓ താങ്ക് യു മാഡം. നിങ്ങൾ എന്ത് പണിയെ കാണിക്കുന്നത്? കൈയിട്ട് വാരി തിന്നിരുന്ന് എത്ര പറഞ്ഞിട്ടുണ്ട്? എന്നാ പിന്നെ ഞാൻ കാലിട്ട് വരടാ. നോക്കിയെടുത്തി ഈ സ്പൂൺ എടുത്ത് കഴിച്ചൂടെ? എന്നിട്ട് തുറന്നു വെച്ചിട്ട് പോവുകയും ചെയ്യും. എവിടേക്ക് ഇരിക്കുന്നതാ? അവിടുത്തെ ചെളിയൊക്കെ ഈ കരക്കുള്ളിലാവണം. ഇത് മറ്റുള്ളവർക്ക് കഴിക്കാനുള്ളതല്ലേ? നീ ഒന്ന് ഓടാതേക്കാം. അവന്റെ ഒരു വെളുപ്പം ചുറ്റി. എനിക്ക് ഇങ്ങനെ കഴിക്കാനേ ഇഷ്ടമുള്ളൂ. ഇനി ഇങ്ങനെ കഴിക്കുകയും ചെയ്യും. ആ അല്ല ഒന്ന് നിക്കണം. ഓ, ഒരു കഷ്ണം ഇറച്ചി കൈകൊണ്ട് കഴിച്ചതിന് ഇനി നിനക്കും എന്നെ ചീത്ത വിളിക്കണ പെണ്ണേ. സുഭാഷേട്ടന് വേണ്ടി പെണ്ണ് നോക്കിയ വീട്ടിൽ നിന്ന് ഉച്ചതിരിഞ്ഞ ആളുകൾ വരുന്നുണ്ട്. അവരെന്തിനാ വീണ്ടും വരുന്നത്? ഒരിക്കൽ വന്നിട്ട് പോയതല്ലേ? ഇത് കല്യാണം ഉറപ്പിക്കാൻ വരുന്നത്. അവര് വരുമ്പോ അച്ഛനോട് ഉണ്ടാവണം, എവിടെയും പോരുത്. എപ്പോഴാ അവര് വരുന്നത്? ഉച്ചതിരിഞ്ഞ്. ആ ശരി. അവരൊരിക്കലും കണ്ടിട്ടുള്ള വീടാ, എന്നാലും കൂടുതൽ കുഴപ്പമൊന്നും ആയിട്ടില്ലല്ലോ അല്ലേ? വീട് എങ്ങനെയാണ് നിന്റെ? വരുന്നവരോട് താമസിക്കാൻ പോകുന്നതല്ലേ പറഞ്ഞേ? അത് വിട്ടേക്ക്. ഇപ്പൊ എന്താ വേണ്ടത്? എന്തെങ്കിലും വാങ്ങി വരണം. അല്ല, അവര് വരുന്നാലും സുഭാഷേട്ടൻ അറിയാലോ അല്ലേ? എല്ലാരും ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. സുധീഷ് വരുമ്പോ സ്വീറ്റ്സ് എല്ലാം വാങ്ങി വരും. ശരി. ഒന്നെന്താ എന്തെങ്കിലും ഡള്ളായിരിക്കുന്നത്? നിനക്ക് കാണുമ്പോഴേ കഷ്ടം തോന്നുന്നു. ഏയ് അങ്ങനെ അടുത്ത് ഞാൻ ഓക്കെ ആയിക്കോളും. സുഭാഷേട്ടൻ ഇവിടുന്ന് പോകുന്നു പറയുമ്പോ മനസ്സ് അംഗീകരിക്കാൻ സമ്മതിക്കുന്നില്ല എന്നത് ശരിയാ. പക്ഷെ കല്യാണം നടക്കരുതെന്നോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ എന്താ ഏട്ടത്തിൽ കണ്ണു പറഞ്ഞിരിക്കുന്നത്? നീ ഉള്ളിന്ന് നിലവിളിക്കുന്ന എനിക്ക് കേൾക്കാം. എന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ ഈ വീട്ടിലേക്ക് വരുമ്പോ എനിക്ക് നിങ്ങളെ ആരും അറിയില്ല. എന്നാൽ ഇവിടെ നാട്ടിലെ ആളുകളോട് അന്വേഷിച്ചിട്ട് വരുന്നെങ്കിലോ ഈ വീട്ടിൽ താമസിക്കാൻ ഞാനൊരു പക്ഷെ സമ്മതിക്കുമായിരിക്കില്ല. ഇവിടെ വന്നു, നിങ്ങളെ കണ്ടു, ഇഷ്ടപ്പെട്ടു. നാട്ടുകാർ പറയുന്ന പോലെ അല്ല ഈ വീടെന്ന് മനസ്സിലാക്കി. സുഭാഷേട്ടന് വരുന്ന പെൺകുട്ടി അങ്ങനെ മനസ്സിലാക്കിയാലോ വീണ്ടും എല്ലാരും കൂടി ഒന്നിച്ച് ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായല്ലോ. ഏടത്തിയെ പോലെ ആയിരിക്കും എല്ലാവരും. ചിലപ്പോ ഒരു വീട്ടിലേക്ക് വരികയില്ലെന്നാ പറയുന്നെങ്കിലോ. ഏടത്തി സുഭാഷേട്ടൻ തനിയെ പോകുന്നുണ്ട്, എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ സുഭാഷേട്ടനെ നമ്മൾ കാണാൻ വളർന്നൊക്കെ നാളെ ഒരു പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും സംഭവിക്കില്ല. നീ എന്തിനെങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നത്? സുഭാഷേട്ടൻ പോകും. കുറച്ച് നാൾ കഴിഞ്ഞാൽ ഏടത്തി പോകും. അതോടെ ഈ വീടില്ലാതാവും. വീണ്ടും ഈ വീടിൽ നരകായിട്ട് മാറും. ഈ വീട്ടിലേക്ക് വരാൻ ഒരു കാരണമില്ലാണ്ടാവും. അതോടെ ഞാനും അങ്ങോട്ടേക്ക് പോകും. അങ്ങനെയൊന്നും പറയില്ല നികേഷ്. നീ ഇങ്ങോട്ട് പോവാനാ? ഏടത്തി ഒരു ദിവസം ഇവിടെ വിട്ട് പോലെ. ഈ വീട്ടിൽ ഞാൻ ഏടത്തേക്ക് ഒരു കാരണമില്ലെന്ന് എനിക്കറിയാം. ഞങ്ങളോട് കഷ്ടം തോന്നിയിട്ടാ തൽക്കാലം ഇവിടെ കഴിയുന്നതും ഞങ്ങൾക്കറിയാം. എന്ന് കരുതി എന്നും കൂടെ ഉണ്ടാവണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധം പിടിക്കാൻ പറ്റും. അത് വലിയൊരു സ്വാർത്ഥതയാവൂലേ? ഞാൻ ഉടനെ ഒന്നും പോവില്ലടാ. പക്ഷെ പോകൂലോ. അതോട് ഞാൻ പോയിടെ സ്വീറ്റ്സ് വാങ്ങി വരാം. സുധീഷേട്ടനെ വിളിച്ചിട്ട് വാങ്ങേണ്ടത് വിളിച്ചു പറഞ്ഞാൽ. അല്ല, ഈ വീട് വിട്ട് പോയാലേ കല്യാണം നടക്കുള്ളൂ എന്ന് സുഭാഷിനോട് പറഞ്ഞിട്ടില്ലെന്നല്ലേ പറഞ്ഞേ? ഇനി അത് അച്ഛനായിട്ട് പറയാൻ നിൽക്കണ്ട. അത് ശരി. എന്റെ കാര്യം ഇവിടെ നിൽക്കട്ടെ. കല്യാണം ഉറപ്പിക്കുന്നതിന് മുമ്പ് അവരത് ഒന്നുകൂടെ സംസാരിച്ചാലോ? അപ്പൊ അവൻ അറിയില്ലേ എനിക്ക് എന്റെ അനിയന്മാരെ വിട്ട് വരാൻ പറ്റില്ലെന്ന്. അവൻ നിർബന്ധം പിടിക്കത്തില്ലേ? അപ്പൊ എന്ത് ചെയ്യും? അതൊന്നും ചോദിക്കില്ല ഏടത്തി. അവര് നിന്നോട് പറഞ്ഞാ ചോദിക്കത്തില്ലെന്ന്. വരുന്ന പോലെ വരട്ടെ. പിന്നെ സ്വീറ്റ്സ് അത് ഞാൻ വാങ്ങിച്ചിട്ട് വന്നോളാം. അതിനുവേണ്ടി നീ അങ്ങോട്ട് പോകാൻ നിൽക്കട്ടെ. വായിൽ വെക്കാൻ പറ്റാത്ത എന്തെങ്കിലും മേടിച്ചു വരും. ഞാൻ തന്നെ നോക്കണം. ഇവിടെ അച്ഛനായിട്ട് എന്തെങ്കിലും ചെയ്യാന്ന് വെച്ചാലും നിങ്ങളെ സമ്മതിക്കാതിരുന്നാൽ എങ്ങനെയാ? ഇത്രയും കൊല്ലം ജയിച്ച മനുഷ്യനല്ലേ, നല്ലതും ചീത്തയൊക്കെ തിരിച്ചറിയും. അച്ഛൻ വാങ്ങി വന്നോളൂ. ശരി സുഭാഷേട്ടാ, അവര് വരുന്നുണ്ട്. സുഭാഷേട്ടാ, എന്തെങ്കിലും ഇരിക്കുന്നേ? എഴുന്നേക്ക്, ഒന്ന് ആക്റ്റീവ് നിൽക്കാനേ. നമസ്കാരം. നമസ്കാരം. വെള്ളം വെള്ളം. കേട്ടില്ലേ, പെണ്ണ് വീട്ടുകാരെ കയ്യോടെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നോക്കിയോ, സട്ടേന്ന് ഈ കല്യാണം ഞാൻ നടത്തി. താലിയിട്ട് കഴിയട്ടെ, എന്നിട്ട് അവൻ തള്ളു. ഞാൻ ചായ എടുക്കാം. നിങ്ങളുടെ മകയ്ക്ക് ഈ വീട്ടിൽ നിന്നാണ് ഭർത്താവ് എന്ന് വിധിയുണ്ടാകും. തൂണ് പോലെ ഇത്ര വളർന്നിട്ട് ഇങ്ങനെ ഇവിടെ നാളല്ലേ ഇനി ഇവിടുന്ന് ഒരു ശബ്ദം കേട്ടാ ഞാൻ വെറുതെ ഇരിക്കുന്നു വിചാരിക്കണ്ട. ഏടത്തി ഈ വീട്ടിൽ നിൽക്കണോ അതോ പോണോ? ദേ നിങ്ങൾ കാരണം ഏട്ടത്തിൽ നിന്ന് ഇറങ്ങി പോയി കഴിഞ്ഞാൽ രണ്ടുപേരെ ഞാൻ ഒളിച്ചോടും.